ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളതെങ്കിലും നല്ലൊരു ബ്ലാക്ക് കളർ ഇല്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞാനിതിൽ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ തുറന്ന സ്ഥലത്ത് വെച്ചിട്ട് അടിക്കുന്ന കേട്ടോ നല്ലത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാം കേട്ടോ ചെയ്തത്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫോട്ടോസാട്ടോ എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഏത് തരം ഫോട്ടോസ് വേണമെങ്കിലും ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിൽ ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ നമുക്ക് ഫോട്ടോ ഒട്ടിക്കാൻ എങ്ങനെയാണോ പറ്റുക ആ രീതിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിതിലൊരു റൗണ്ട് ഷേപ്പാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. എൻ്റെ ബോട്ടിൽ ഇങ്ങനൊരു ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബോട്ടിൽ ഏത് ഷേപ്പാണോ ആ ഷേപ്പിന് എങ്ങനെയാണോ ഫോട്ടോ വരേണ്ടത് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോട്ടിലുണ്ടല്ലോ ആ ബോട്ടിലൊന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ ആ ബോട്ടിലിന് വേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ അതേ രീതിയിലൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് തന്നെ നോക്കി എടുക്കണമെന്നൊന്നുമില്ലേ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ ഫോട്ടോസ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അത് നോക്കിയെടുക്കുക. എനിക്ക് സ്വതവേ ബ്ലാക്കിനോടാണ് ഇപ്പോൾ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് ഇതേപോലെ പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കാം കേട്ടോ. പിന്നെ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോട്ടിൽ നമുക്കറിയാലോ. അപ്പോൾ അത് ഏത് സൈസിലുള്ളതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ആ സൈസിൽ എടുത്താൽ മതി കേട്ടോ. അതേപോലെ നമ്മുടെ ബോട്ടിലിന് ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണോ വേണ്ടത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ. നമ്മളെടുക്കുന്ന ഫോട്ടോസിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ കൊടുത്താൽ മതി. അപ്പോൾ ഇത് കട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ ബോർഡർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു റെഡ് കളർ ലേസാണ് കൊടുക്കുന്നത്. ലേസോ വൂളൻ ത്രെഡോ അതേപോലെ സാറ്റൻ റിബണോ ഏതാണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് കൊടുക്കാം കേട്ടോ. ലേസ് ഒട്ടിക്കുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഫോട്ടോസും കൂടി ഒട്ടിക്കണമല്ലോ. ഫോട്ടോസ് ഒട്ടിക്കാൻ ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഫോട്ടോസ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഫോട്ടോ ബോട്ടിലിൻ്റെ ഏത് ഭാഗത്താണ് വരേണ്ടത് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണോ ഒട്ടിക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ചുളിവ് വരാതെ തന്നെ ഒട്ടിച്ചെടുക്കണേ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചുളിവ് വന്നാൽ അതിന് അത്ര നീറ്റ് കാണില്ലല്ലോ, അതുകൊണ്ടാണ് ചുളിവ് വരാതെ ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഗ്ലൂ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ക്ലോത്ത് വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ടൊക്കെ തുടച്ചെടുക്കാം കേട്ടോ. എൻ്റെ ഈ ബോട്ടിൽ കണ്ടില്ലേ, ഇതേപോലൊരു കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള ഫോട്ടോസ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റില്ല, വളരെ സിമ്പിളല്ലേ, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എങ്ങനെയാണോ ഏത് ഷേപ്പിലാണോ വേണ്ടത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് തന്നെ ഒട്ടിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഫോട്ടോസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാമറയിൽ കൂടി എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് എൻ്റെ കയ്യിലൊരു കൃഷ്ണൻ്റെ ഫോട്ടോ കൂടി ഉണ്ട്. അവിടെ ഞാൻ ആ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ബോട്ടിൽ പല ഷേപ്പിലുള്ളതാവുമല്ലോ. ഞാൻ എടുക്കുന്ന ബോട്ടിലായിരിക്കില്ലല്ലോ നിങ്ങൾ എടുക്കുക. അപ്പം നമുക്ക് ഫോട്ടോ ഒട്ടിക്കുമ്പം കറക്റ്റായിട്ട് വരുന്നില്ല നമുക്ക് ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ബോട്ടിൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി അട്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഇതാ സ്റ്റിക്കർ ടൈപ്പ് പേഴ്സ് ഉണ്ട്. നല്ല അടിപൊളി ലുക്കാട്ടോ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഫോം ഷീറ്റ് ഉണ്ടല്ലോ അത് ചെറിയ സർക്കിളായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായില്ലേ? ഇതും കൂടി ഒട്ടിച്ചപ്പോൾ നല്ലൊരു ലുക്ക് വന്നില്ലേ? അതേപോലെ നിങ്ങളുടെ കയ്യിൽ പേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ചെറിയ ചെറിയ പേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ഒട്ടിച്ചാലും നല്ല ഭംഗിയുണ്ടോ കേട്ടോ. ഒട്ടിച്ച ഫോട്ടോസിനൊക്കെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. നല്ല ലുക്ക്, ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ക്യാമറയിൽ കൂടി കാണുന്നതിനെക്കാട്ടിയും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗം, മുകൾ ഭാഗം ഉണ്ടല്ലോ, ടോപ്പിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഈ റെഡ് ലേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, അടിപൊളി ലുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മടി പിടിച്ചിരിക്കാതെ വേഗം തന്നെ പോയിട്ട് ഏത് ഫോട്ടോസാണോ ഇഷ്ടം ആ ഫോട്ടോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഹായ് പറയാൻ പറഞ്ഞവരുടെ പേര് എനിക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇനി അതും കൂടി പറയുമ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആയിപ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി കമൻസൊക്കെ ഇടുന്നുണ്ട്, അതേപോലെ പേഴ്സണലായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ മുൻപോട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.